യാത്ര തുടങ്ങുന്നതിന് മുമ്പ് റൂമിൽ നിന്ന് നിസ്കാരം ആക്കി നിസ്കരിക്കാമെന്നാണ്. യാത്ര എന്ന ഒരു ആനുകൂല്യം വെച്ച് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ആക്കുമ്പോഴും ഖസ്റാക്കുമ്പോഴും ചെയ്യേണ്ട കാര്യമാണ്. അവർ താമസിക്കുന്ന ആ ഒരു പ്രദേശം നാട്ടിൽ നിന്നും വിട്ട് കടന്നതിന് ശേഷമാണ് ജമ്മും ഖസ്റുമാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാരൻ വീട്ടിൽ നിന്ന് തന്നെ ആക്കുവാൻ പാടില്ല എന്നർത്ഥം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വെച്ച് 4 റക്അത്ത് നമസ്കരിച്ചു. എന്നാൽ ദുൽ ഹുലൈഫയിലെത്തിയപ്പോൾ, ദുൽ ഹുലൈഫ എന്ന് പറയുമ്പോൾ മദീനയിൽ നിന്നും 20 കിലോമീറ്റർ ഇല്ല, ഏകദേശം അതിൽ കുറഞ്ഞ കിലോമീറ്ററാണ് ഉള്ളത്. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 റക്അത്തുള്ള 2 റക്അത്തായി ഖസ്റാക്കി നമസ്കരിക്കാൻ തുടങ്ങി എന്നാണ്. അതേപോലെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചില അത്റുകൾ കാണുവാൻ സാധിക്കും. അദ്ദേഹം കൂഫയിൽ നിന്ന് പോകുമ്പോൾ, കൂഫയിൽ നിന്ന് പുറപ്പെട്ട് കൂഫയിലേക്ക് മടങ്ങുമ്പോൾ ദൂരെ നിന്നും കൂഫ പട്ടണം കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് കൂഫ പട്ടണം കാണുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് അദ്ദേഹം ആനുകൂല്യത്തോടു കൂടി നമസ്കരിച്ചു. ഇതൊക്കെ മുന്നിൽ വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ അയാളുടെ നാട്ടിൽ നിന്നും വിട്ട് കടക്കുമ്പോഴാണ് അയാൾക്ക് ഈ ആനുകൂല്യം ഉപയോഗിക്കാൻ സാധിക്കാറ്. പഴയ കാലത്തും ഇന്നും ഇന്ത്യയെപ്പോലുള്ള ചില പ്രദേശങ്ങളിലുമൊക്കെ നമ്മുടെ നാട് പോലെയല്ല, അവിടെ ഒരു ഗ്രാമം, അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മരുഭൂമിയോ ഒഴിഞ്ഞ സ്ഥലമോ, പിന്നീട് അടുത്തൊരു ഗ്രാമം, ഈ രൂപത്തിൽ. അപ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോൾ മദീന കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞാൽ ദുൽ ഹുലൈഫ, അത് കഴിഞ്ഞാൽ കുറേ കിലോമീറ്റർ കഴിഞ്ഞാൽ ചില സ്ഥലങ്ങൾ, ഇതേപോലെ ഓരോ പ്രദേശങ്ങളാണ്. നമ്മുടെ നാട്ടിലും ഇതേപോലെ ഒരു പ്രദേശം എന്ന് പറയാവുന്ന സ്ഥലത്തു നിന്നും വിട്ട് കടന്നതിന് ശേഷമാണ് ജമ്മും ഖസ്റും ചെയ്യേണ്ടത്.